ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് ബോക്സ് ആണ്. അതിനുവേണ്ടി ഞാൻ ബ്രെഡ് സൈഡ് പോർഷൻ കളഞ്ഞു വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവോള, 250 ഗ്രാം ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, കറിവേപ്പില. ഒരു പാൻ എടുത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള അതിലോട്ടിട്ടൊന്ന് വഴറ്റണം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇപ്പം നമ്മുടെ സവോള വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ നേരത്തെ ഉള്ളി വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുള്ളായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചിക്കൻ അത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരുന്നതാണ്. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ബോക്സ് റെഡിയാക്കാൻ തുടങ്ങാം. ഇനി അതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് വേണം, കുറച്ച് ചീസ് വേണം, 2 ടേബിൾ സ്പൂൺ മൈദയും 2 മുട്ടയും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ബ്രെഡ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ 4 സൈഡിൽ ആ മൈദ മിക്സ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിംഗ് എടുത്ത് അതിനകത്ത് അപ്ലൈ ചെയ്യുക. അതിൻ്റെ പുറത്ത് കുറച്ച് ചീസ് കൂടി എടുത്ത് വെച്ചിട്ട് വേറൊരു ബ്രെഡ് കൊണ്ട് അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മുട്ടയുടെ മിക്സിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ മതി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഒരു സൈഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് തിരിച്ചിട്ട് വേവിക്കാം. നമ്മുടെ വീട്ടിലുള്ളതൊക്കെ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ബോക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളുടെ ചാനൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.